ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് റോഡ് റെയിൽവേ ബ്രിഡ്ജസ് ആൻഡ് ഡാംസ് എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് റോഡ്സിൽ നമുക്ക് എന്താണ് ഹൈവേ അലൈൻമെന്റ്, എഞ്ചിനീയറിംഗ് സർവീസ് ഫോർ ഹൈവേ അലൈൻമെന്റ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, The control point governing the alignment of highway is called. ഹൈവേ അലൈൻമെന്റിനെ ഗവേൺ ചെയ്യുന്ന കൺട്രോൾ പോയിന്റ് നമ്മൾ പറഞ്ഞല്ലേ, ഇറ്റ് ഷുഡ് പാസ്, ഹൈവേ ഷുഡ് പാസ്, അല്ലെങ്കിൽ എന്താണ് ഷുഡിൻ പാസ് അല്ലെ. ഹൈവേ ഷുഡ് പാസ് അല്ലെ ഷുഡ് നോട്ട് പാസ്. ഏത് പോയിന്റ് ആയിരുന്നു? ഒബ്ലിഗേറ്ററി പോയിന്റ്സ് അല്ലെ. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? ഓപ്ഷൻ ബി, ഒബ്ലിഗേറ്ററി പോയിന്റ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത എന്താ? ഫുൾ ഡീറ്റെയിൽഡ് സർവേ വർക്ക്. ഓക്കെ, ഫുൾ ഡീറ്റെയിൽഡ് സർവേ വർക്ക് ആണ് അലോങ് ദ മോസ്റ്റ് എക്കണോമിക്കൽ റൂട്ട്. നമ്മൾ എക്കണോമിക്കൽ റൂട്ട് ഒക്കെ സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഡീറ്റെയിൽഡ് സർവേ വർക്കിന് എന്താ പേര് പറയുന്നത്? ലൊക്കേഷൻ സർവേ, അല്ലെങ്കിൽ എന്ത് പറയും? ഫൈനൽ സർവേ. അത് സർവേ കഴിഞ്ഞു, ആ ഫൈനൽ സർവേ കൊണ്ട് സർവേ കഴിഞ്ഞു, നമ്മൾ ഫുൾ എല്ലാം ഡിസൈഡ് ചെയ്ത് കഴിയും. ഓക്കെ, അടുത്ത എന്താ? ദ ബെസ്റ്റ് സൈറ്റ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്. ബ്രിഡ്ജ് സൈറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സൈറ്റ് ഏതാന്ന് പറഞ്ഞത് നമ്മൾ ഒത്തിരി പറഞ്ഞല്ലേ. എന്താണ്? സ്ട്രെയിറ്റ് റീച്ചസ് ഓഫ് സ്ട്രീം ആണ്. രണ്ട് ക്രോസിംഗ് ഉള്ള സ്ട്രീമിൽ നടക്കത്തില്ല. പിന്നെ എന്താണ്? ബാങ്ക് ഇറോഷൻ ഉള്ള സ്ട്രീമുകളിൽ നടക്കത്തില്ല. സ്ട്രീം വിത്ത് ടർബുലൻസ് ഉള്ളിടത്തും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത നോക്കി, ദ ബെസ്റ്റ് സൈറ്റ് ഫോർ, സോറി അത് നേരത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ എന്തായിരുന്നു? ഓപ്ഷൻ ഡി. അടുത്ത എന്താ? An index map used in a highway project shows. ഇപ്പൊ ഇതായിരുന്നു ഇൻഡെക്സ് മാപ്പ് അല്ലെ. ഇൻഡെക്സ് മാപ്പ് എന്തൊക്കെയാണ് കാണിക്കുന്നത്? ദി ജനറൽ ടോപ്പോഗ്രഫി ഓഫ് ദി ഏരിയ അല്ലെ. എന്താണ് കാണിക്കുന്നത്? ജനറൽ ടോപ്പോഗ്രഫി ഓഫ് ദ ഏരിയ കാണിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കി, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേജസ്: റെക്കഗ്നൈസൻസ്, പ്രിലിമിനറി സർവേ, ഡീറ്റെയിൽഡ് സർവേ, മാപ്പ് സ്റ്റഡി, ഫൈനൽ ലൊക്കേഷൻ സർവേ. ഇതൊക്കെ എന്താണ്? എഞ്ചിനീയറിംഗ് സർവീസ് ഫോർ ഹൈവേ അലൈൻമെന്റ് അല്ലെ. എന്താണ്? എഞ്ചിനീയറിംഗ് സർവേസ്, നമ്മൾ ഹൈവേ അലൈൻമെന്റിന് വേണ്ടി ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സർവേകളാണ്. സർവേകളുടെ പേര് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ സീക്വൻസ് എങ്ങനെയായിരിക്കും? അത് ഏത് ഓർഡറിലാണ്? ഓക്കെ, അത് ഏത് ഓർഡറിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഏത് ഓർഡറാണ് കറക്റ്റ് എന്ന് വെച്ചാൽ അത് ചെയ്യാം. നമ്മൾ ഓപ്ഷൻ ആയിട്ട് മാർക്ക് ചെയ്യണം. കറക്റ്റ് സീക്വൻസ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഏതാണ് കറക്റ്റ് സീക്വൻസ്? നമുക്ക് ആദ്യം വേണ്ട എന്താണ്? മാപ്പ് സ്റ്റഡി. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മാപ്പ് സ്റ്റഡി നടത്തണം അല്ലെ. അപ്പൊ ആദ്യം വരുന്നത് 4. അടുത്ത് കഴിഞ്ഞിട്ട് മാപ്പ് സ്റ്റഡി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെക്കഗ്നൈസൻസ് സർവേ നടത്തും അല്ലെ. അപ്പൊ എന്താണ്? റെക്കഗ്നൈസൻസ് സർവേ നടത്തും 4.1. അടുത്ത എന്താ? മാപ്പ് സ്റ്റഡി, റെക്കഗ്നൈസൻസ് സർവേ, പിന്നെ പ്രിലിമിനറി സർവേ അല്ലെ. 4.1.2 പ്രിലിമിനറി സർവേ. പിന്നെ അടുത്ത എന്താണ്? ഡീറ്റെയിൽഡ് സർവേ. അപ്പം 3 ഫൈനൽ ലൊക്കേഷൻ സർവേ 5. അപ്പം 4, 1, 2, 3, 5. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത് നോക്കി, കൺസിഡർ ദ ഫോളോയിങ് സർവേ. ഇതിനകത്തും എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർവേകളുടെ പേരാ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ദ കറക്റ്റ് സീക്വൻസ് ഇൻ വിച്ച് ദീസ് സർവേസ് ആർ കണ്ടക്ടഡ് ബിഫോർ ദ അലൈൻമെന്റ് ഓഫ് ട്രാക്ക് ഈസ് ഫൈനലൈസ്ഡ്. അപ്പം ട്രാക്കിന്റെ അലൈൻമെന്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ സർവേ ഒക്കെ ഏത് ഓർഡറിലാണ് ചെയ്യേണ്ടത്? ആദ്യത്തേത് ഏതായിരിക്കും? ആദ്യത്തേത് നമ്മുടെ റെക്കഗ്നൈസൻസ് സർവേ ചെയ്യണം. റെക്കഗ്നൈസൻസ് സർവേക്കിടയിൽ എന്ത് സർവേ വരും? അത് കഴിഞ്ഞിട്ട് ട്രാഫിക് സർവേ. നമ്മൾ ട്രാഫിക് സർവേ നേരത്തെ പറഞ്ഞില്ല, പക്ഷെ എന്ത് ചെയ്യണം? ട്രാഫിക്കിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ട്രാഫിക് സർവേ, റെക്കഗ്നൈസൻസ് കഴിഞ്ഞിട്ട് ട്രാഫിക് സർവേ നടത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രിലിമിനറി സർവേ. ട്രാഫിക് റൂട്ട്, നമുക്ക് ട്രാഫിക് ഒക്കെ സെലക്ട് ചെയ്യണ്ടേ. ഇപ്പൊ ഏത് ഒരു റോട്ടിൽ നിന്ന് ഒരു റൂട്ടിലോട്ട് ഒത്തിരി ട്രാഫിക് ഉണ്ട്, ഒത്തിരി ട്രാഫിക് ഫ്ലോ ഉണ്ട്, ഒത്തിരി വെഹിക്കിൾസ് പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ റൂട്ടില് പുതിയ റോഡ് കൺസ്ട്രക്ട് ചെയ്യേണ്ടുള്ളൂ. അതുകൊണ്ടാണ് സെക്കൻഡ് ട്രാഫിക് സർവേ. അടുത്ത ഏതാണ്? പ്രിലിമിനറി സർവേ. അടുത്തത് ലൊക്കേഷൻ സർവേ. അപ്പൊ നമ്മുടെ ഓർഡർ നോക്കിയേ, ആദ്യം ഏത് വരും? 1, പിന്നെ അടുത്തത് 3, പിന്നെ 2, പിന്നെ 4. 1, 3, 2, 4. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത് നോക്കി, ദ സർവേ ഇൻ വിച്ച് ഫൈനൽ അലൈൻമെന്റ് ഈസ് സെലക്ടഡ്. ഫൈനൽ അലൈൻമെന്റ് ഏത് സർവേയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? നമ്മുടെ പ്രിലിമിനറി സർവേയിൽ. റെക്കഗ്നൈസൻസ് ഒക്കെ നടത്തി എന്താണ്? പ്രിലിമിനറി സർവേയിൽ നമ്മൾ ഒത്തിരി ഓൾട്ടർനേറ്റ് റൂട്ടുകളിൽ നിന്ന് ബെസ്റ്റ് റൂട്ടിനെ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ റൂട്ടിൽ ലെവലിംഗ്, ക്രോസ് സെക്ഷനിങ് ഒക്കെ ചെയ്യുന്നതാണ് ഫൈനൽ സർവേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫൈനൽ അലൈൻമെന്റ് സെലക്ട് ചെയ്യുന്നത് ഏത് സർവേയിലാണ്? പ്രിലിമിനറി സർവേയിലാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ബി സെലക്ട്. ഇതിനകത്തുനിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. വൈൽ അലൈനിങ് എ ബ്രിഡ്ജ്. ഓക്കെ, ബ്രിഡ്ജ് അലൈൻ ചെയ്യുമ്പോൾ ഒരെണ്ണം എടുക്കാൻ പറ്റത്തില്ല. കർവ് ബെൻഡ് പറ്റുമോ? ഇല്ല, എടുക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ? സാഡിൽ പാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരെണ്ണത്തിന് അടിയിൽ കൂടെ പോവാം. ഓക്കെ, അത് പറ്റും. പിന്നെ നോർമൽ ക്രോസിംഗിൽ ബ്രിഡ്ജ് പറ്റുമോ? പറ്റും.
ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്? എന്താണ്? കർവ്ഡ് ബെൻഡ്. അടുത്ത നോക്കിയേ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, അപ്പൊ ഏതാണ്? നമുക്ക് മാപ്പ് സ്റ്റഡി. ആദ്യത്തെ എന്താണ്? മാപ്പ് സ്റ്റഡി. അടുത്ത എന്താ? റെക്കനൈസൻസ്, പ്രിലിമിനറി സർവേ, ഡീറ്റെയിൽ സർവേ. അപ്പൊ ബെസ്റ്റ് അലൈൻമെന്റ് ഓഫ് റോഡ് എവിടെ സെലക്ട് ചെയ്യുന്ന നമ്മൾ പറഞ്ഞത്? പ്രിലിമിനറി സർവേയിൽ സെലക്ട് ചെയ്യുന്ന പറഞ്ഞല്ലേ. അപ്പൊ സിയുടെ ഓപ്ഷൻ എന്താണ്? 1 ആണ്. അപ്പൊ C1 ഉള്ളത് ഏതുണ്ട്? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അടുത്ത നോക്കി C1. അടുത്തത് ക്രോസ് ഡ്രെയിനേജ് ലൊക്കേഷൻ. ഓക്കെ, എന്താണ്? ക്രോസ് ഡ്രെയിനേജ് ലൊക്കേഷൻ. നമ്മളിപ്പോ ക്രോസ് ഡ്രെയിനേജ്, ചപ്പാത്ത്, കൾവേർട്ട്, പൈപ്പ് കൾവേർട്ട് ഒക്കെ എപ്പോ എടുക്കുമെന്ന് പറഞ്ഞത്? ഡീറ്റെയിൽഡ് സർവേയിലാണ് നമ്മൾ ലൊക്കേഷൻസ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പം 2 ഇവിടെ ഉണ്ട്. അടുത്ത നോക്കിയേ, ഗേറ്റ് ലൈൻ ആൻഡ് സെന്റർ ലൈൻ ഓഫ് റോഡ്. അത് എപ്പോഴാണ് സെലക്ട് ചെയ്യുന്നത്? സെന്റർ ലൈൻ അല്ലെങ്കിൽ എന്താണ് ഗ്രേറ്റ് ലൈൻ ഒക്കെ എപ്പോഴാണ് സെലക്ട് ചെയ്യുന്നത്? സെന്റർ ലൈൻ എപ്പോഴാണ് സെലക്ട് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പറഞ്ഞല്ലേ. അപ്പൊ അതെന്താണ്? 3B, റെക്കനൈസൻസ് സർവേയിൽ, ഫസ്റ്റ് സർവേയിൽ. ഒബ്ലിഗേറ്ററി പോയിന്റ്സ് എവിടെയായിരുന്നു? മാപ്പ് സ്റ്റഡിയിലായിരുന്നു അല്ലെ. ഇപ്പൊ നമ്മളൊരു കോളേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മോണ്യുമെന്റ് ഉണ്ട്, ഒരു മാൾ ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് എന്താണ് ഒബ്ലിഗേറ്ററി പോയിന്റ്സ്. അല്ലെങ്കിൽ നമുക്കൊരു റിവർ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെയായിരുന്നു ഒബ്ലിഗേറ്ററി പോയിന്റ്സ്. അത് മാപ്പ് സ്റ്റഡിയിലാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ഓപ്ഷൻ? 4, 3, 1, 2, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ഈ ഏരിയയിൽ നിന്ന് വരുന്നത്. ജസ്റ്റ് തിയറി ഉള്ളൂ, പ്രോബ്ലം ഒന്നുമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഹൈവേ ക്രോസ് സെക്ഷണൽ എലമെന്റ്സ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം നന്നായിട്ട് പഠിക്കാം. ഓക്കെ.